ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് കൊച്ചുണ്ണമ്മയുടെ ഒരു സൂപ്പർ ഒരു അവിയലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കൊച്ചുണ്ണമ്മോ, അപ്പൊ നമുക്ക് തുടങ്ങണ്ടായോ? അപ്പം ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടുത്തിക്കാട്ടെ. ആദ്യം പച്ചക്കറി ഐറ്റംസ് ആണ് ഇത് അരിഞ്ഞു വെച്ചേക്കുന്നത്. എന്തൊക്കെയാണെന്നുള്ളതെന്ന് പറഞ്ഞു കൊടുത്താട്ടെ. മുരിങ്ങക്കായ, ചേമ്പ്, കുമ്പളങ്ങ, പിന്നെ പയറ്, പച്ചമുളക്, വഴുതന, ക്യാരറ്റ്, മത്തങ്ങ, ഇത്രയും സാധനമാണ് ഒരുക്കി വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഇത്ര ഇട്ടിട്ടുണ്ട്. ചേന ഇട്ടിട്ടുണ്ട്, ചേന പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ എല്ലാം ഇത്രയും പച്ചക്കറി ഐറ്റംസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുളി, മഞ്ഞപ്പൊടി, കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. പുളി, മഞ്ഞപ്പൊടി, കരിവേപ്പില, വെളിച്ചെണ്ണ, മുളക് പൊടി, വെളുത്തുള്ളി, കൊച്ചുള്ളി, തേങ്ങ. സാധനമാണ്. മല്ലിപ്പൊടി അതിനകത്ത് ഉപയോഗിക്കത്തില്ല. ഇല്ല, മല്ലിപ്പൊടി ഉപയോഗിക്കത്തില്ലല്ലോ. ഇല്ല, അപ്പൊ ഇതിനകത്ത് മല്ലിപ്പൊടി ഉപയോഗിക്കത്തില്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അവിയലിന് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കാം. മല്ലിപ്പൊടി ചേർക്കാത്ത കാര്യം, ഇത് ഇച്ചിരി ഇരുന്നാൽ തന്നെ വളിച്ചു. അത് ഇതിന് ചേർക്കത്തില്ല. ചെയ്യാനുള്ള മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്ത് ഞെരടുക. നന്നായിട്ട് ഇളക്കണം. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഞെരടിയിട്ട് അടുപ്പ വെച്ച് വേവിക്കുക. വേവിച്ചിട്ട് മാത്രമേ മറ്റുള്ള സാധനം ചേർക്കും. പൊടി വക എല്ലാം ഇട്ട് ഇനി വെള്ളം കൂടി വെച്ച് ഞെരടാൻ പോകണം. ഞെരടി അടുപ്പ വെക്കാൻ പോകണം. വേവിച്ചിട്ട് മറ്റുള്ള സാധനം ചേർത്ത് ഇത് അടുപ്പ വെക്കണം. ഒഴിച്ച് ഇനി നന്നായിട്ട് ഇളക്കാൻ പോവാണല്ലേ. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ശകല ഉപ്പും പിന്നെ അതേപോലെ കറിവേപ്പില ഇല്ലയോ എല്ലാം കൂടി ഇട്ട് ഇത് നന്നായിട്ട് ഇനി ഇളക്കുകയാണ്. ഇളക്കി ഇനി അടുപ്പിലോട്ട് വെക്കുകയാണല്ലേ. അടുത്തത് ഇല ഇട്ട് ചൂടിയിട്ട് പിന്നെ പാത്രം വെച്ച് അടച്ചു. ഇതെല്ലാം ഇളക്കിയതാണ്. എല്ലാം ഇളക്കിയതിന്റെ മണ്ടയ്ക്ക് ഒരു ഇല വെച്ചു. ഇനി അതിന്റെ മണ്ടയ്ക്ക് ഒരു പാത്രം വെച്ച് അടയ്ക്കാൻ പോകണം അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് അടുപ്പിലോട്ട് വെക്കാൻ പോകണം. ഇനി വെന്തിട്ട് അപ്പൊ ഇനി അടുപ്പിലോട്ട് വെക്കാം. ഇപ്പൊ ഇനി വെന്തോണ്ടിരിക്കുമ്പോ ഇനി അടുത്ത് എന്തുവാ ചെയ്യുന്നത്? ജീരകം, കൊച്ചുള്ളി, വെളുത്തുള്ളി, തേങ്ങ, ഇത് ഇത്രയും കൂടെ ചതച്ച് പെരട്ടി കഴിയുന്ന പച്ച വെളിച്ചെണ്ണ വെച്ച് വാങ്ങുവാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇനിയിപ്പോ ഇത് വെന്തോണ്ടിരിക്കുന്ന സമയത്തിന് പിന്നെ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇവയെല്ലാം കൂടെ ചതച്ച് ഇതിന്റെ കൂട്ടത്തിൽ ഇടണം അല്ലേ. ഇട്ടിളക്കണം. അപ്പൊ അതിന് മുമ്പായിട്ട് ഇതെല്ലാം നേരെ റെഡിയാക്കി കൊണ്ടുവരാം. ഇതിന്റെ ഇടയ്ക്ക് ഇത് 4 വശവും തിളച്ച് വരുമ്പോ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് അടയെടുത്തതാ ഇളക്കി കൊടുക്കാൻ പോവാ. കഷ്ണങ്ങളെല്ലാം എന്തല്ലോ. അപ്പൊ ഇനി അടുത്ത് എന്ത് ഒഴിക്കുന്നത്? നമുക്ക് പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം. അപ്പൊ മറ്റേ പുളി പിഴിഞ്ഞത് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. പിന്നെ അടുത്തത് അരപ്പിട്ട് ഇളക്കാൻ പോവാണ് അവിയലിന്. അതായത് അരച്ചത് തേങ്ങയും മറ്റുള്ള എല്ലാ മുമ്പേ അരയ്ക്കാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഇതിനകത്ത് അരച്ചു. കൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി ഇതിലേക്ക് ഇടാൻ പോവാണ് അല്ലേ. എന്നാ ഇട്ടു. അരപ്പെല്ലാം ഇട്ടു. ഇനി നല്ലപോലെ ഇളക്കുക. മക്കളെ, ഞാൻ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ വെച്ച് ഇളക്കുവാണ് വാങ്ങാന്. ഫൈനലാണല്ലേ. ഇനി അതുകൂടി ഇട്ട് ഇളക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം വെന്ത് റെഡിയായി. ഇനി ഞങ്ങൾ വാങ്ങി വെക്കുവാണ്. അങ്ങനെ അവിയല് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കാം. വെച്ചിട്ടുമോ? എന്തോ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. ഇച്ചിരി കഴിച്ചു നോക്കട്ടെ. നല്ല സൂപ്പറാട്ടോ. എല്ലാം പുളിയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഉപ്പും മിതമായിട്ടേ ഉള്ളൂ. കാരണം ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടുക. പരമാവധി ഇതുപോലുള്ള കൂട്ടാനുകൾക്ക് നിങ്ങൾ ഉപ്പ് കുറച്ച് ഉപയോഗിക്കുക. അപ്പം ഈ ഒരു അവിയല് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിലുണ്ടാക്കണം. കൊച്ചുണ്ണമോ, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പൊ എന്തുവാ പ്രേക്ഷകരോട് ഇനി പറയാനുള്ളത്? നിങ്ങൾ ഇത് ഉണ്ടാക്കണമെന്നാണോ? നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം, ഉണ്ടാക്കി കഴിക്കണം. പിന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ടും ചെയ്യണം, കഴിക്കുകയും ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കണം. അതേപോലെ
നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്